അമ്മിണിയെടുത്ത് പേടിച്ചോ? തോക്കെടുത്തൊരു കളി പൊട്ടാൻ ഇതിനകത്ത് തിരയൊന്നുമില്ല അമ്മിണിയെടുത്തിയെ. ആകെ പൊടി അഴുക്കും തന്നെ അല്ലേ? ആൾപെരുമാറ്റം ഇല്ലാണ്ടായ ഏത് മാളികയുടെ സ്ഥിതി തന്നെയാ. അല്ല അന്തര മുതലാളി ഒഴിഞ്ഞിട്ടിപ്പോ അധികമൊന്നും ആയിട്ടില്ലല്ലോ. 4-5 മാസായില്ലേ. പുതിയ മുതലാളി എങ്ങനെയാന്ന് എങ്ങനെയാന്ന് ചോദിച്ചറിയാൻ നിനക്ക് അയാളെ കല്യാണം കഴിക്കണോ? കയ്യില് ചൂലാണ് കേട്ടോ. ഞാനും കണ്ടിട്ടൊന്നുമില്ല എന്റെ പൊന്നു ദാക്ഷായണിയെ. പിന്നെ ഒരു 4-5 പ്രാവശ്യം മൂപ്പരുമായിട്ട് ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞു, അത്രേ എനിക്കും അറിയൂ. എവിടുത്തുകാരനാ? എന്തോ എവിടുത്തുകാരനാ? അതും എനിക്കറിയില്ല. രാഘവനെ ആരെ വിളിക്കുന്നുണ്ട്. എന്താ വല്ല പറഞ്ഞോ? രാഘവനെ പുറത്താരെ വിളിക്കണ്ട്. ഈ ചെവിട് പൊട്ടൻ ഫോണും കൈ പിടിച്ചോണ്ട് നടക്കുന്ന എന്തിനാ? എന്തിനാ മടിച്ചിരിക്കണേ? കേറി വാടോ, ഇരിക്കടോ. പിന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചത് ഇന്നിപ്പോ തീയതി 5 അല്ലേ? ആണോ? അടുത്ത മാസം 1-ാം തീയതി മുതല് ഇവിടെ പേപ്പർ ഇടണം. ഇംഗ്ലീഷ്. ഏതാ വേണ്ടത്? അത് തന്നെയല്ലേ പറഞ്ഞത്, ഇംഗ്ലീഷ് പേപ്പർ. അല്ല, ഇംഗ്ലീഷ് പേപ്പർ തന്നെ പല തരത്തിലുണ്ട്. അതിൽ ഏത് വേണമെന്നാ ചോദിച്ചത്. ഏതൊക്കെ ഉള്ളത്? മാതൃഭൂമി, ഹിന്ദു. ഹിന്ദു വേണ്ട. അയാളൊരു ക്രിസ്ത്യാനിയാ. അപ്പൊ പിന്നെ ഒരു ക്രിസ്ത്യൻ പേപ്പർ തന്നെ ആയിക്കോട്ടെ. അവൻ പറഞ്ഞ പേപ്പറിന്റെ പേരാ ഈ കുള്ളൻ. അത് ശരി. എന്നാ അത് രണ്ടും അതിന്റെ കൂടെ 2-3 ആഴ്ചപ്പത്തും കൂടെ ആയിക്കോട്ടെ. ഇംഗ്ലീഷ് തന്നെ. പുള്ളി മിനിഞ്ഞാൻ തന്നെ നേരിട്ട് ഈ ഫോണിൽ കൂടെ വിളിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നായി ഇത്. അല്ല, എന്നാ പുള്ളിക്കാരൻ വരുന്നത് രാഘവേട്ടാ? പുള്ളിന്നോ? പുള്ളിക്കിളിന്നൊന്നും വിളിക്കരുത്. അദ്ദേഹം വലിയൊരു കോടീശ്വരനാ. നിങ്ങളൊക്കെ മുതലാളി എന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ, എന്നാ പറഞ്ഞത്? പുള്ളിയുടെ അല്ല മുതലാളിയുടെ വരവൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറയാനൊക്കില്ല. ഏതായാലും 1-ാം തീയതിക്ക് അപ്പുറം പോവില്ല, അത് ഉറപ്പാ. പിന്നെ മുതലാളിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ പപ്പടം ഉണ്ടാക്കാൻ നോക്കുമോ? നിന്റെ അറക്കം വരുവിന് വേണമെങ്കിൽ ഓർഡർ തരാം. ഇയാളെന്താ അമേരിക്കന്ന് പപ്പട കച്ചവടത്തിന് വരികയാണ്? ചെലപ്പോ അതിനെന്നെയാവും. എന്താ പറഞ്ഞേ? പൊട്ടാന്ന്. അല്ല, അത് ഞാൻ വീട്ടിൽ പറഞ്ഞ ഏർപ്പാടാക്കിക്കോളാന്ന് പറയായിരുന്നു. പപ്പടം അടിപൊളിയായിരിക്കണം. നീ ഇപ്പൊ വന്നത് നന്നായി. ഇവിടെ അലറിയിലേറെ പണിയുണ്ടേ. എന്നാ ചെയ്യാൻ പറ്റിയ? മഹിളാ സമാജത്തിന്റെ വാർഷികമാണ് നാളെയും മറ്റന്നാളും. അത് കഴിഞ്ഞിട്ട് വരാം. ഇനി ഇപ്പൊ സുഖചികിത്സയുടെ ആൾക്കാരെ ഒന്ന് കണ്ടു കിട്ടണം. ആരാ? സുഖചികിത്സ ഒഴിച്ചില്ലേ? നമ്മുടെ ആയൂർ മഠത്തിലെ തമ്പുരാന്റെ ശിഷ്യന്മാര് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുക പുള്ളിയെ. അല്ല മുതലാളിയെ. ഇന്നിപ്പോ മേഴത്തൂർക്ക് എപ്പോഴാണോ ബസ് ഉള്ളത്? ഫസ്റ്റ് ബസ് ആണോ? അതെനിക്കറിയില്ല. 3 മണിക്ക് ഒരു ബസ് ഉണ്ട്. ഇറങ്ങാനുള്ളവരൊക്കെ പോരെ. ഇറങ്ങ കൃഷിക്കാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നതായിരുന്നു യാത്രോദ്ദേശം. തീവണ്ടിയിലായിരുന്നു ഗാന്ധിജിയുടെ യാത്ര. തീവണ്ടിയിൽ തീരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു. ഒരു 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിലായിരുന്നു അത്. തിരക്കില്ലാത്തത് മൂലം അദ്ദേഹം കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒന്നും മിണ്ടാണ്ടിരിക്കടി, അവരുടെ ഉടുക്കത്തെ ഒരു പഠിപ്പ്. ഏട്ടൻ എണ്ണാൻ നിശ്ചയില്ലെങ്കില് അതങ്ങോട്ട് പറഞ്ഞാ പോരെ? പോടി അവിടുന്ന്. ആ കാശ് ഇങ്ങോട്ടാ, ഞാൻ എണ്ണിത്തരാം. വേണ്ട, അത്യാവശ്യം എണ്ണാനൊക്കെ എനിക്കറിയാം. ഒരു എണ്ണലുകാരി വന്നിരിക്കുന്നു, ഞാൻ തന്നെ കണക്ക് കൂട്ടിക്കോളാം. നേരം പാതിരാത്രി ആയി കാണും. തീവണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു. കുറെ കൃഷിക്കാർ കമ്പാർട്ട്മെന്റിലേക്ക് കയറി. നിനക്ക് കിട്ടുന്ന പൈസക്ക് നീ എന്താ ചെയ്യണേ? കാശുണ്ട് താടാ. എന്റെ ഇപ്പൊ ഇതേ ഉള്ളൂ. എപ്പോ നോക്കിയാലും ഇത് എന്റെ ചെക്കന്റെ പറച്ചില്. ഒരു 200 റുപ്യ ഉണ്ടെങ്കിൽ താ. ആ രാമേശ്വരം കൊടുക്കാനുള്ള പറ്റേ 800 ആയിരിക്കണം. എന്റെ ഇല്ലെന്ന് പറഞ്ഞില്ലേ, അടുത്ത ആഴ്ച തരാം. എന്നിട്ടിപ്പൊ കിട്ടും. വെറുതെ അല്ല നിന്നെ ചെറിയ എപ്പോഴും വഴക്ക് പറയുന്നത്. പറയട്ടെ, ഇഷ്ടം പോലെ പറയട്ടെ, ഞാൻ കേട്ടോളാം. ഇതെന്തിനാ? എനിക്കൊരു കാര്യത്തിനാ. എന്തിന്? ആ മണ്ട സൈക്കിൾ ചവിട്ടി എന്റെ കാല് തേഞ്ഞു. പുതിയത് വാങ്ങാനാ. നമ്മുടെ വർഗീസേട്ടന്റെ കടയിൽ നോക്കി വെച്ചിട്ടുണ്ടോ ഞാൻ. പുതിയ സൈക്കിളിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? വേണം, ഉണ്ടാക്കണം. കുറേശ്ശെ കൂട്ടി ഉണ്ടാക്കണം. ഈ വേല എളുപ്പത്തിൽ വീഴിക്കാവുന്ന ആരും മോഹിക്കണ്ട.
ഞാൻ വീണെ മുരുകൻ വിചാരിക്കും. ആര് കരുവാ മുരുകനോ? സാക്ഷാൽ പളനിമല മുരുകൻ ദണ്ഡായുധപാണി. ഓ ആ മുരുകൻ. വേലായുധമാക്കിയവനാണ് വേലായുധൻ മുരുകൻ, അതായത് ഞാൻ. തൊഴുക എന്റെ തൊഴുക. മുണ്ട് മുണ്ട്. ചെരുപ്പ് ചെരുപ്പ് ഇവിടെ. പഴനിമല കോവിലില് പാൽ കാവടിയോ തുടങ്ങി. 8 വർഷം തുടർച്ചയായിട്ട് കാവടി തോളിലേന്തി പഴനിമല ചവിട്ടുവനാണ് വേലയത്. അറിയാമോ കള്ളു കുടിച്ചുകളെ? മുറുക വടിവേല മുരുകനക്ക് ഹരോഹര, കണ്ണനക്ക് ഹരോഹര, വേലനക്ക് ഹരോഹര. നിങ്ങൾ പല പ്രാവശ്യം വന്നൊരു ചക്ക കൊണ്ട് വെക്കരുത്. കൊണ്ട് വെക്കണകത്ത്. ഓ തുടങ്ങി. ഒഴുകുന്നതല്ലേ കൂടെ, എന്നാലേ ബോധം തെളിയും. മോറടി അങ്ങോട്ട്. എല്ലാരും കൂടെ എന്നെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോകുവാന്നോടെ. കൊലപാതകളെ പണി. അയ്യോ അമ്മേ, ഇത് രാവിലെ പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന കാടിയുള്ളല്ലേ? അതെ, അറിഞ്ഞോണ്ട് തന്നെയാ. ആട്ടം നിൽക്കട്ടെ. നടക്കണേ, ഇന്നത്തെ പഴമക്ക് ഇത്ര മതി. അവിടെ ഇരിക്കട്ടെ. ശല്യം. അമ്മ ഈ പറയണ പോലൊന്നും അല്ല. മക്കളെ കുറിച്ച് ഓർത്താ മനസ്സമാധാനം ഇല്ലാത്തത്. കുട്ടികളുടെ കാര്യോർത്ത് നീ എന്തിനാ വിഷമിക്കണ പെണ്ണേ? അവനിങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. അമ്മയെന്നല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഒരു കൂസലില്ലാത്ത സാധനം അത്. വീടൊന്നും കുട്ടികളൊന്നും ഒരു ചിന്തയില്ല. അച്ഛൻ എന്നും കുടിച്ചു വന്നിട്ട് അമ്മയായിട്ട് വഴക്കാണ് അമ്മമ്മേ. മിണ്ടാതിരിക്കടി. ഇവളുടെ പരീക്ഷ കഴിഞ്ഞു കിട്ടിയതിന്റെ ഭാഗ്യം. എന്താ അവള് പഠിക്കാൻ അത്ര മോശ? പഠിക്കാനൊക്കെ മിടിക്കുകയാണ്. സ്കൂളിലെ ടീച്ചർമാരും മാഷുമാരൊക്കെ പറയണത് ഇവളെ ഇനിയും ഉയർന്ന ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നാ. അതിന് അവള് ഈ +2 തന്നെ കടന്നു കിട്ടുമെന്ന് ആര് കണ്ടു? ഒരിക്കൽ പഠിപ്പ് നിർത്തിയതല്ലേ. ഞാനൊക്കെ ജയിക്കും മുത്തശ്ശ, നല്ല ഉറപ്പുണ്ട് എനിക്ക്. അത് മതി. സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന വീട്ടിൽ ചേച്ചിയാണ് മുത്തശ്ശ. ഇന്നാളൊരു സമ്മാനം കിട്ടി. എന്ത് സമ്മാനം? ഒരു ക്ലോക്ക്. അത് അച്ഛൻ കൊണ്ടുപോയി വിറ്റു. ഈ പെണ്ണിനെ ഞാൻ അതൊന്നും സാരില്ല. അമ്മമ്മയുടെ കുട്ടി ജയിക്കട്ടെ, അപ്പൊ ക്ലോക്കും വാച്ചും ഒക്കെ വാങ്ങിക്കാം. കോളേജിൽ പോയി പഠിക്കുകയും ചെയ്യാം. അതിന് തന്ത സമ്മതിച്ചിട്ട് വേണ്ടേ? ഇപ്പൊ തന്നെ പറയണത് പഠിപ്പൊക്കെ നിർത്തി വല്ല പണിക്കും പറഞ്ഞേക്കാമെന്നാ. മാസം മാസം ശമ്പളം എണ്ണി വാങ്ങാലോ. ഞാൻ പോവില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാനിനി സ്കൂൾ ഓർക്കുമ്പോഴേ അങ്ങോട്ടുള്ളൂ. മുത്തശ്ശന്റെ കുട്ടി ഇനി എവിടെയും പോകണ്ട. ഞങ്ങൾക്ക് ഇവിടെ മിണ്ടിയും പറഞ്ഞു പിടിക്കാൻ ഒരാളായല്ലോ. നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരേടി. എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലണ്ട. ഇന്ന് തന്നെ വരാൻ സാധിച്ചത് കുട്ടികൾ കരഞ്ഞു പറഞ്ഞോണ്ടാ. രാവിലെ തന്നെ പോണം. എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. പൊയ്ക്കോ. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയോ? ആരാ ഈ നട്ടപ്പാതിരിക്ക് അറക്കമേലും ഉറങ്ങിയില്ലേ? കാടുകുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആരാന്നാ ചോദിച്ചത്? കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഷക്കീലേക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ 4 ഉളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപ്പിട്ടി ഉണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ചേട്ടാ ഇങ്ങനെ ചേട്ടാ
ഒറ്റയൊന്ന് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. ചായ അബുക്ക അനക്ക് ചായ കുടിക്കണ്ടേ? വേണ്ട. ഇന്ന് ഹർത്താൽ വല്ലതും ഉണ്ടാ? എന്തേ? ഏയ് ലീവാക്കല്ല. വേലുസ്വാമി സമാധിയായോ? നമസ്കാരം. അയ്യോ ഇതെന്താ പറ്റിയേ? ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ചതാ. ചുട്ടുപോലാണ് പനിയാ. മേല് പപ്പടം വെച്ചാ പൊളിക്കും, അത്ര ചൂടാ. ആ ഇത് പേടിപ്പനിയാ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കണാരനെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിച്ചാൽ മതി. അതെ പോയി. പോയോ? അയ്യോ, നിക്ക്, നിക്ക്, നിക്ക്. എത്ര സ്വർണ്ണ എന്റെ ഈശ്വര, ഇതുപോലെയൊക്കെ നിട്ട് നടക്കാൻ എന്നൊരു ഭാഗ്യം ഉണ്ടാവാ. എവിടെ? ഒക്കെ പോയില്ലോ. മുത്തശ്ശൻ കണ്ടാന്ന് ചീത്ത ഉറപ്പായിട്ട് കിട്ടും. കടയും തുറന്നത് എവിടെ പോയി? ഇവിടെ കൊടുക്കുന്ന പേപ്പറിന്റെ പൈസ ഒരു മാസം കഴിഞ്ഞല്ല കൈ കിട്ടാറ്. അതിന് കുഞ്ഞുണ്ണിയാരെ പോലെ പലിശ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 10-15 റുപ്യെങ്കിലും കൈ കിട്ടണ്ടാണ്. അതിനിപ്പോ 4 പഴം തിന്ന എന്താ കുഴപ്പം? കക്ക് തന്നെ 4 എണ്ണം. ഒരു കള്ളം വന്ന് നമ്മുടെ കടയിൽ വെച്ച പഴങ്ങളെല്ലാം ഇരിഞ്ഞിരിഞ്ഞ് തിന്നണോ? കള്ളന്മാരുടെ ശല്യം രാത്രിയിലും ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പകലും തുടങ്ങിയോ? വേഗം വരെ മുത്തശ്ശ, കട്ടോട്ട് പോകും. നിക്കണാണ്ടോ? ഈശ്വര, ഒച്ച വെച്ച കള്ളിന് ഓടിക്കളയും. എന്ത് പണിയായി കാണിച്ചത് മോനെ? രമേശ, 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 നീ കണ്ണു തുറക്ക. നീ കണ്ണു തുറക്കും മോനെ. ഇനി എന്താ ചെയ്യാ മുത്തശ്ശ? രമേശ, 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 മോനെ എഴുതേക്ക്. എന്താ നിനക്ക് പറ്റിയത്? എന്താന്ന് അറിയില്ല, പെട്ടെന്ന് തലയ്ക്കകത്തൊരു മിന്നല് പോലെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ചെറുതായ ഒരു വേദന. ഗോവിന്ദേട്ടൻ എന്തിനാ ചിരിക്കണ? ഇപ്പൊ ചിരിയാ വരട്ടെ. ഇവിടെ ഒരാൾക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാ രമേശ. ചുവന്ന തലക്കെട്ടും കെട്ടി പുറം തിരിഞ്ഞ് പഴയ കണ്ടപ്പോ ഞാനും ആദ്യം വിചാരിച്ചു കള്ളനാണെന്ന്. അടിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. അയ്യോ, അപ്പൊ അടിച്ചതാ? അമ്മണിയടുത്തൊന്നും അല്ല, ഇത് വേറൊരാളാ. പിന്നെ ആര്? നീ ആളെ കണ്ടാ ദേഷ്യപ്പെടുകയും വഴക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. എന്നാ പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ ഞാൻ. കണ്ടാൽ അങ്ങനെ ഒരു പൂതിയൊക്കെ തോന്നും. ഇങ്ങോട്ട് വന്നേ കുട്ടിയെ, പേടിക്കൊന്നും വേണ്ട, അവൻ നിന്നൊന്നും ചെയ്യില്ല. ഇങ്ങോട്ട് വരൂ കുട്ടി. എന്റെ മോളുടെ കുട്ടിയാ, അവൾ ഇന്നലെ വന്നതാ. അതേ, പരിചയമില്ലാത്തോണ്ട് അവക്കൊരു അബദ്ധം പറ്റിയതാ. നീ അത് കാര്യാക്കണ്ട. നീ പേപ്പർ കൊണ്ട് വന്നാവൂലേ? അതെ, കടയിലുണ്ട്. അന്ന് ഞാൻ ഇറങ്ങട്ടെ.
അയ്യോ നല്ല കുട്ടിയാണ്. വേറെ വല്ല ചെക്കന്മാരും ആയിരുന്നെങ്കിൽ കണ്ടകശനിയായിട്ട് ഇപ്പൊ ദേഹത്തുനിന്ന് പോവുമോ?